സഞ്ചരിക്കുന്നതുമായ രീതി ആയതുകൊണ്ട് ആ ജീവിതം അങ്ങനെ പോകും. പക്ഷെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്റെ നാരായണ സ്മൃതി ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ അത് ഉണ്ടാകാത്ത രീതിയിലായിരിക്കണം അത്രേ നമ്മളുടെ നിവൃത്തികളൊക്കെ. അപ്പൊ അതുകൊണ്ട് ശിവബ്രഹ്മർഷി എവിടെ പറയുന്നത്, തസ്മാത് ഭാരത സർവാത്മന ഭഗവാൻ ഈശ്വരോപരി ശ്രോതവ്യ കെട്ടിയത് വെച്ച് സ്മർത്തിച്ച അതുപയം, അഭയം, അതായത് ഭയമില്ലാതിരിക്കാനെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? നമുക്ക് ഭയം മരണഭയമാണ്, അത് വലിയ പ്രാവശ്യമായിട്ടൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ആ ഭയമില്ലായ്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശ്രീഹരിയെ കുറിച്ച് കേൾക്കുക, പറയുക, സ്മരിക്കുക, എന്നെപ്പോഴും അതിനു വേണ്ടി പരിശ്രമിക്കുക. അതാണ് അങ്ങനെയുള്ളപ്പോ. അതുകൊണ്ട് ഈ ഭാഗവതം ഇത് എന്താണ് വേദതുല്യമാണ്, അതൊക്കെ നമ്മൾ കേട്ടതാണുണ്ട്. അപ്പൊ അതിനുശേഷം പറയാണ്, ഇനി പരീക്ഷത്തിന് രാജാവിനോട് പറയാൻ അമ്മയ്ക്ക് ഇനി സമയം 7 ദിവസം അവരെ പറഞ്ഞിരിക്കുന്ന ഈ സമയമില്ല, അതിന് ഇനിയുള്ള കാലം മതിയോ? അപ്പൊ അവിടെ ആ ഖഡ്വാങ്ക രാജർഷിയെ കുറിച്ച് അവിടെ പറയുകയുണ്ടായി. കാരണം ദേവാസുര യുദ്ധത്തിൽ സഹായിച്ച് ദേവന്മാർക്ക് വിജയം നേടിയപ്പോ ആ രാജർഷിയോട് ചോദിച്ചു എന്ത് വരം വേണം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാജാവ് ചോദിച്ചു അത്രേ, എനിക്കിനി എത്ര ആയുസിനാ ദൈർഘ്യമുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു മുഹൂർത്തം എന്ന് പറഞ്ഞപ്പോ എല്ലാം പരിധിച്ച് ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു, ശ്രീഹരിയുടെ പാദങ്ങളെ ആശ്രയിച്ച് അദ്ദേഹം പാദത്തിലെത്താൻ സാധിച്ചു. അതുകൊണ്ട് പരീക്ഷത്തിനോട് പറയാണ്, അങ്ങനെയാണെങ്കിലോ ഒരു ആഴ്ച സപ്താഹം ഒരു 7 ദിവസമുണ്ട്, അതിനെ പൂർണ്ണമായിട്ടും എന്തിനു വേണ്ടി ഉപയോഗിക്കുക, ആ ഈശ്വരനിൽ എത്തിച്ചേരാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെ, അതുകൊണ്ട് എന്ത് ചെയ്യണം പറയണോ, മരണത്തെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജീവൻ ആ സമയമാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, ഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ട് ഏകാന്തതയിൽ, അതായത് ഒറ്റയ്ക്ക് വേണത്രേ, കാരണം കൂടിയിട്ട് പോകാൻ വിചാരിക്കരുതെന്ന്, പിന്നെ ഏകനായിട്ട് പുറപ്പെട്ട് തന്റെ മനസ്സിനെ ഏകാഗ്രമാക്കണം. അതിനുവേണ്ടി സാധാരണ രീതിയിൽ പറ്റില്ല. അപ്പം യമനിയമാദികളിലൂടെയൊക്കെ പ്രാണായാമത്തിലൂടെയൊക്കെ തന്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രത വരുത്തിക്കൊണ്ട് വേണം അത് ചെയ്യാൻ സാധിക്കേണ്ടത്. അപ്പൊ അതിലൂടെ മനസ്സിനെ ഓംകാരം, ഓം ബീജ മന്ത്രത്തിലൂടെ അത് എന്താണ് ഈ പറയുന്നതായ ഏകാഗ്രതയിലൂടെ നമ്മളുടെ ജീവനെ ഇടാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മുക്തി നേടാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം നമ്മളുടെ ഇന്ദ്രിയങ്ങളൊക്കെ രൂപങ്ങളിലും നിറങ്ങളിലും ചലനങ്ങളിലും ഇങ്ങനെയും ക്യാപ്ചർ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനസ്സിനെ അത്ര പെട്ടെന്ന് ഏകാഗ്രമാക്കി നിർത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഉടനെ തന്നെ അവിടെ അതുകൊണ്ട് എന്ത് വേണം, ഈ ലോകത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിന്റെ വൈവിധ്യത കാണുമ്പോഴാണ് നമ്മളുടെ മനസ്സ് ഒരു പച്ച കാണുമ്പോൾ വേറൊരു പച്ച കാണും, അത് പല രീതിയിലുള്ള പച്ച നിറം കാണാം, പല രീതിയിലുള്ള ചുവന്ന നിറം കാണും. അപ്പം ഓരോ വ്യത്യാസത്തിനും നമ്മളുടെ മനസ്സ് മാറും. അപ്പൊ അങ്ങനെയുള്ളപ്പം എന്ത് വേണം, ഈ കാണുന്ന ലോകത്തെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ അത് സത്യത്തിൽ ഭഗവാന്റെ സ്ഥൂലരൂപമാണെന്നാണ് പറയുന്നത്. ഭഗവാനിൽ നിന്ന് നമ്മളൊക്കെ ഇഡ്ഡലിയൊക്കെ ഉണ്ട്, രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ കണ്ട ഒരു രൂപമാണ് ഇഡ്ഡലിയായിട്ട് പുറത്തു വരുന്നത് ആണല്ലോ. അതുപോലെ അത് നമ്മളുടെ ജീവിതത്തിൽ വളരെ സ്ഥൂലമായിട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഭഗവാന്റെ സങ്കല്പത്തിലൂടെയുള്ളതാണ് ഈ കാണുന്ന സ്ഥൂല പ്രപഞ്ചം എന്ന് പറയുക. അപ്പൊ ഇതിനെ കാണുമ്പോൾ ഭഗവാന്റെ ഓരോ അവയവങ്ങളായിട്ട് നമ്മൾ വൃക്ഷങ്ങളെ രോഗങ്ങളായിട്ടും പർവ്വതങ്ങളെയൊക്കെ അസ്ഥികളായിട്ടും അങ്ങനെ ഓരോ രൂപമായിട്ടും നമ്മളുടെ ദേഹം എങ്ങനെയാണോ ഇതൊരു മനുഷ്യരൂപം എന്ന് പറയുന്നത്, അതുപോലെ ഭഗവാന്റെ രൂപത്തിന്റെ ഓരോ അവയവങ്ങളായിട്ട് ഈ കാണുന്നതായ രൂപത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനഃശുദ്ധി വരുന്ന പറയാൻ കാരണം മനസ്സിന് ചഞ്ചലത ഇല്ലാതെ വരും. കാരണം എല്ലാം കാണുമ്പോൾ ഒരേ വസ്തുവാണ് അടിസ്ഥാനം എന്ന് അറിയുമ്പോൾ പിന്നെ മനസ്സിനൊരു ചഞ്ചലത ഇല്ലാതെ ആകുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസരം അങ്ങനെ അത് സാധ്യമാകുന്ന പറയാം. അപ്പൊ ഈ മനഃശുദ്ധിയിലൂടെ ഈ പറയുന്ന രൂപത്തിലൂടെ, അതായത് വിരാട് രൂപ ധ്യാനത്തിലൂടെ നമുക്ക് മനഃശുദ്ധി നോടി അത് ഈശ്വര പ്രാപ്തി നേടാനാണ് സാധിക്കും. പിന്നെ ഇങ്ങനെ ഏകാഗ്രത വന്നു കഴിഞ്ഞാലോ നമ്മൾക്ക് ഭഗവത് രൂപത്തിന്റെ, അതായത് ഒരു സ്ഥൂല രൂപത്തെ ഭഗവാന്റെ അവിടെ വർണ്ണിക്കുന്നുണ്ട്. നമ്മുടെ ഭഗവാന്റെ ചതുർഭുജധാരിയായിട്ടുള്ള ശങ്കരഗ്രഹധാരിയായിട്ടും ഒക്കെയുള്ള ഭഗവാന്റെ ഓരോ സ്ഥൂല എന്താണ് പറയുക സമഗ്രമായ രൂപവും പിന്നെ പ്രത്യേക ധ്യാനവും. അതായത് സമഗ്രമായ രൂപം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വിശാലമായ ലോകത്തിലെ നോക്കി നോക്കുമ്പോൾ നമ്മൾക്ക് ചഞ്ചലത കൂടും. അപ്പൊ നമ്മളൊരു ചെറിയ രൂപത്തിലോട്ട് നമ്മളുടെ മനസ്സിനെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അതിന് മാത്രമേ ചലിക്കുള്ളൂ. അത് കഴിഞ്ഞാലോ പിന്നെ ഓരോ അവയവങ്ങളെ നമ്മൾ ഏതാണോ ഉറച്ചത് അതിനെ വിട്ടിട്ട് നമ്മുടെ
ഈ ഭഗവാനെ പിന്നെ ഒടുവിൽ ഭഗവാന്റെ പുഞ്ചിരിയിൽ ഓർമ്മിക്കണം. അത് ആ നമ്മളെ ആകർഷിക്കുന്ന അതിനും അതീതമായിട്ട് നമ്മൾ അതും ഇല്ലാതെ, അതായത് നമ്മളൊരു വസ്തു കാണുമ്പോൾ ഞാനും ആ വസ്തുവും, അതായത് ദർശിക്കുന്ന വസ്തു പിന്നെ കാണുന്നയാൾ അങ്ങനെയുണ്ടല്ലോ. അപ്പൊ അതല്ലാതെ ഇത് മൂന്നും കൂടെ ഏകീഭവിച്ചിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ പറയാ, അങ്ങനെയും നമ്മൾക്ക് ഇതിൽ നിന്ന് മാറി വരാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെയും പരീക്ഷത്തിലെ ചോദ്യങ്ങളൊക്കെ, അതായത് ഈ ഭഗവാൻ ഇങ്ങനെയൊക്കെയുള്ള ഈ സൃഷ്ടി എങ്ങനെയാണ് ഇത്രയും വിഭാവന ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള സൃഷ്ടി. അപ്പോൾ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് അവിടെ ശിവസാരസ്വതത്തെ പറയുകയാണ്. അതായത് ഏതൊരു ഈശ്വരനാണോ ഈ ഇത്രയും നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയാത്തത് നമ്മുടെ ഈ സൃഷ്ടി ചെയ്തിരിക്കുന്നത്, തൻ്റെ തന്നെ ഉള്ളിൽ നിന്ന് വന്നതായ ആ ശക്തിയെ. അപ്പോൾ അതിന് പറയണമെങ്കിൽ ആ ഭഗവാന്റെ തന്നെ അനുഗ്രഹം വേണം. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് എന്താ ശിവസാരസ്വതം കാണുന്നുണ്ട്. അപ്പരസ്മ ഈ പുരുഷായ ഭൂയസ എന്ന് തുടങ്ങിയിട്ടുള്ള അതിനകത്ത് ഒടുവിലായിട്ട് പറയുന്നുണ്ട്. അതായത് സോ അലങ്കൃശിഷ ഭഗവാൻ വജാസനെ, എൻ്റെ വാക്കുകളെ കേൾക്കുന്നവർക്ക് ശ്രവിക്കാൻ തക്ക വിധത്തിലുള്ള അലങ്കരിക്കപ്പെട്ട രീതിയിൽ അതിനെ കേൾപ്പിക്കുമാറാകണമേ എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞത്. അത് ആ ഈശ്വരന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ആ ഈശ്വരനെ കുറിച്ച് നമുക്ക് പറയാനും സാധിക്കുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടെ ബ്രഹ്മനാരദ സംവാദം, അതായത് നാരദ മഹർഷി പുത്രനാണല്ലോ ബ്രഹ്മാവിന്റെ, സംശയം വന്നു. കാരണം ബ്രഹ്മാവ് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ സംശയം വന്നു. അവിടെ ബ്രഹ്മാവ് ഈ എല്ലാം സൃഷ്ടി നടത്തുന്നത് ഈശ്വരൻ ബ്രഹ്മാവാണെന്ന് കരുതിയിരുന്ന നാരദ മഹർഷി. അപ്പൊ അങ്ങനെയുള്ള തന്റെ പിതാവ് എങ്ങനെയാണ് ഇതിന് ആരെയാണ് ഇത്, അതിനും ഉപരിയായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ ധ്യാനിക്കുള്ളൂ. അപ്പൊ ആ സന്ദർഭത്തിലാണ് അവിടെ ബ്രഹ്മാവ് പുത്രനോട് പറയുന്നുണ്ട് ഇവിടെ, അതായത് ഏന സ്വരോജിഷാവിഷം രോജിതം രോജയാമിഹം, അതായത് ഈ വിഷം യാതൊരുവരിലൂടെയാണോ പ്രകാശിക്കുന്നത്, ആ പ്രകാശത്തിലൂടെയാണ് ഈ പറയുന്ന ഞാനും പ്രകാശിപ്പിക്കപ്പെടുന്നത് ഏതുപോലെയാണെന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾ എങ്ങനെയാണോ ചന്ദ്രന്റെ സാന്നിധ്യത്തിൽ പ്രകാശിക്കുന്നത്, പക്ഷെ കാണുമ്പോൾ അത് തോന്നില്ല. അപ്പൊ ആ ഈശ്വരന്റെ വൈഭവമാണത്രേ എന്താണ് നമ്മൾക്ക് ഈ ഒരു സംശയവും തോന്നാത്തത്. ഏതുപോലെ ആ അവരവരുടെ കഴിവുകൊണ്ടാണ് ഇതെന്ന് തോന്നിക്കുന്നത് ആ ഈശ്വരന്റെ വൈഭവമാണ്. അതിനാണ് നമ്മൾ എന്ത് പേരിട്ടത്, മായ എന്നുള്ള പേര് പറയുന്നത്. അപ്പം ഇപ്രകാരം തോന്നിപ്പിക്കുന്നത് ഏതാണ്, ആ ഈശ്വരന്റെ വൈഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിന്നീട് തന്റെ സൃഷ്ടി എങ്ങനെയാണ് ആ സൃഷ്ടി ചെയ്തത്. അതായത് ബ്രഹ്മാവ് നമുക്ക് അതൊക്കെ അറിയാം. അതായത് എന്താണ്, ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്നതായ താമരയിൽ ആണല്ലോ സ്വയംഭൂവായിട്ട് വന്നത്. അപ്പൊ ആ ബ്രഹ്മാവ് ചുറ്റും നോക്കുമ്പോൾ ജലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അകത്തൂടെ ഇറങ്ങി നാളത്തിലൂടെ, താമരയുടെ നാളത്തിലൂടെ ഇറങ്ങി നോക്കി ഇതിന്റെ ആധാരം എവിടെയാണ്, പക്ഷെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ട് തിരിച്ചു വന്ന് അവിടെ ഇരിക്കുമ്പോൾ തവ ഷോഡശ വിംശതി 16, 21 എന്നുള്ള ഒരു ഇതില് നമ്പർ പറയുന്ന രീതിയിൽ അവിടെ ഒരു അശരീരി പോലെ കേട്ടു. അപ്പൊ അങ്ങനെ കേട്ടപ്പോൾ അത് തവ എന്നുള്ള, അത് നമ്മുടെ അക്ഷരത്തില് എന്നുള്ള അക്ഷരം വരുന്നതാണ് ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനെ കേട്ടിട്ട് ബ്രഹ്മാവ് വേറൊന്നും ചിന്തിച്ചില്ല, തപസ് ചെയ്യുന്ന. ആ തപസ്സിന് സന്തുഷ്ടനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പിന്നെയും പറയുന്നത് ഇനിയും തപസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ തപസ് ചെയ്ത ബ്രഹ്മാവിന് പിന്നെ ഭഗവാൻ പറഞ്ഞിട്ട് അവിടെയാണ് വന്നിട്ട് ചതുശ്ലോകി ഭാഗവത് അവിടെ അതിന് കൂടാതെ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ 7ാമത്തെ അധ്യായത്തില് എത്രോദ്യതല്ലോ ഭരണാകത്ത് ഭഗവാന്റെ വരാഹമൂർത്തിയായത് യജ്ഞരൂപനായ ഭഗവാൻ, പിന്നെ ഭഗവാന്റെ ദ്വാരക ലീലകള്, അങ്ങനെയുള്ള എല്ലാം തന്നെ ലീലകളെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഭഗവാന്റെ ഏതേതൊക്കെ വൃത്തികളുണ്ടോ, അവതാരമാണെങ്കിലും ശരി, അല്ലാതെ ഭഗവാന്റെ ലീലകൾ എന്ന് നമ്മളല്ലാതെ പറയുന്നതായ ഓരോ ലീലകളാണെങ്കിലും അതൊക്കെ തന്നെ എന്താണ് ഭഗവാനെ കുറിച്ചുള്ളതിനാണല്ലോ നമ്മൾ ഭാഗവതം എന്ന് പറയുക. അപ്പൊ അതൊക്കെ സത്യത്തിൽ ഭഗവാൻ ഈ തന്റെ ഭഗവാൻ എന്ന സൃഷ്ടിയിലുള്ള നമ്മൾക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് എന്റെ ഭാഗവതം എന്ന് പറയുന്നത്. ഭഗവാനെ കുറിച്ചുള്ളതിലൂടെ കേട്ടും അറിഞ്ഞും കണ്ടും ഒക്കെ ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് അത്രയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതായ എന്നിട്ട് അവിടെ പറയുന്നത് ഇതം ഭാഗവതം, ഇത് തന്നെയാണ് അത്രയും ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറയുന്ന ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ അവതാരങ്ങളും തന്നെയാണ് ഭഗവാൻ. അത് തന്നെയാണ്, അത് നമ്മൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതുമാണ്. അപ്പൊ അങ്ങനെയുള്ളത് പറഞ്ഞിട്ട് അതിനുശേഷമാണ് ഈ തപസ്സിന്റെ കാര്യം അവിടെ പറയുന്നത്. ആ സമയത്ത് പറയണോ, ഈ തപസ്സെന്ന് പറയുകയാണെങ്കിലോ അത് ഏറ്റവും വീര്യമായ ഒരു സംഗതിയാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്.
അപ്പൊ ബ്രഹ്മാവിന്റെ തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ അവിടെ ചോദിക്കും, വരം വരയ ഭദ്രം, വരത്തെ ധരിച്ചുകൊള്ളൂ. അപ്പോഴാണ് അവിടെ പിന്നെ പറഞ്ഞു, ഈ പറയുന്ന തപസ്സുണ്ടല്ലോ, ആ തപോമേ ഹൃദയം സാക്ഷാത്. കാരണം അത് മാത്രമല്ല, സൃജാമി തപസ്സേ വേദം ഗ്രസാമി തപസ്സാവുന്ന, ഈ ലോകത്തെ തപസ് കൊണ്ടാണ് ഞാൻ സൃഷ്ടിക്കുന്നത്. അതിനെ നിലനിർത്തുന്നതും തപസ് കൊണ്ടാണ്, അതിനെന്നിലേക്ക് ചേരിക്കുന്നതും ഒക്കെ തപസ് കൊണ്ടാണ്. ആ തപസ്സാണെങ്കിലോ വിവക്ഷി തപസാവിഷം വീരമേ ദുച്ഛരാന്തവ, ആ എന്റെ തപസ്സാണെങ്കിലോ ഏറ്റവും വീര്യവും ദുച്ഛരമാണ്, ആചരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് ആ തപസ്. അപ്പൊ അങ്ങനെയുള്ളതായ തപസ്സിലൂടെയാണ്. അപ്പൊ ബ്രഹ്മാവ് ഇപ്പോൾ അങ്ങനെയുള്ളൊരു കഠിന തപസ്സാണല്ലോ ചെയ്തത്. അതുകൊണ്ട് ആണ് എന്റെ അനുഗ്രഹിക്കാനായിട്ട് ഗുരുജിയുടെ പറയുകയുണ്ടായി, ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴാണ് വരുന്നതെന്ന്. ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തിരുന്നാൽ എന്തുണ്ടാവും? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. അപ്പൊ ഇവിടെ ബ്രഹ്മാവിന്റെ കാര്യത്തിലും അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടിയെ കുറിച്ച്, അതായത് ഇനി സൃഷ്ടി നടത്താനായിട്ടാണല്ലോ ബ്രഹ്മാവിനെ ഭഗവാൻ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പൊ പറയുന്നവിടെ ആ സൃഷ്ടികർമ്മത്തിൽ എനിക്ക് അഹം ഉണ്ടാകരുത്. അപ്പൊ അതിനൊക്കെ ആയിട്ട് അനുഗ്രഹിച്ചതിന് ശേഷം അവിടെ പറയാണ് ജ്ഞാനം പരമഗുഹ്യം. ഇത് വളരെ മുഖ്യമായിട്ടുള്ളൊരു വിജ്ഞാന സഹിതം, അത് തിയറി പ്രാക്ടിക്കൽ എന്ന് പറയുന്ന പോലെ അത് അങ്ങനെയുള്ളതായ ഇത് എന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ എന്താണ് അഷ്ടതയും മതനുഗ്രഹം അത് എന്നാണ് പറയുക. അതിനെ മനസ്സിലാക്കാനോ അത് അറിയുവാനോ അല്ലെങ്കിൽ അത് കേൾക്കാനോ ഉള്ള ഒരു അവസരം വന്നു ചേരുന്നത് ആ ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അത്രേ. അപ്പൊ അങ്ങനെയുള്ളതായ ആ സമയത്താണ് അവിടെ ചതുശ്ലോകി ഭാഗവതം 9-ാമത്തെ അധ്യായത്തില് അവിടെ ശ്ലോകമാണ് 32 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളുടെ 4 ശ്ലോകങ്ങളായിട്ട് പറയും. അഹമൈവാസമൈവാഗ്രേനാസൽപരം പക്ഷാഗ്രഹമേലേഖ ചെയ്യോ വിശിഷ്യം. അതായത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് ഈ സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിക്ക് ശേഷവും ഏതിലും ഞാനേ ഉള്ളൂ, ഇത് നിലനിൽക്കുമ്പോഴും ഞാനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മാത്രമേ, എന്നിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ഇവിടെ ഒന്നും തന്നെയില്ല എന്നുള്ളത് പറഞ്ഞു. അതായത് ബ്രഹ്മം, അതായത് ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിലെ ബ്രഹ്മം, രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ മായ, പിന്നെ മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ ജഗത്ത്, പിന്നെ 4ാമത്തെ ശ്ലോകത്തിലൂടെ ഇതിനെ എങ്ങനെ തരണം ചെയ്യാം അതാണ്. അതായത് അതിനെ നമ്മൾക്ക് ഏത് രീതിയിൽ ഇതിനെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് 2ാമത്തെ ശ്ലോകം പ്രതീയത ഞാൻ പ്രതീയത ആത്മനെ തദ്വിദ്യ ആത്മനോമായ മെധാവാസ്വതാഭവ. അതായത് ഈ പ്രതിഭാസം, ഇതിൽ പ്രതിഭാസിച്ചുകൊണ്ട് നിൽക്കുന്നത് സത്യമാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത് എന്താണ്? അത് നേരത്തെ പറഞ്ഞല്ലോ, നാരദ മഹർഷി ചോദിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെ ഈ ലോകത്തിന്റെ കാര്യത്തിൽ വരുന്നത്. കാരണം അത് സത്യമായി തോന്നിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ തന്നെ ഗുണവിശേഷമായ എനിക്ക് അധീനമായിരിക്കുന്ന എൻ്റെ തന്നെ മായയാണെന്ന് പറയാണ്. അപ്പൊ അതോ ഇനി അത് എങ്ങനെയാ? യഥാമഹാന്തി ഭൂതാനി ഭൂതേഷു ചാവദേശിനോ പ്രവിഷ്ടാനി തഥാ ദേശിനോ. ഇനി ഞാൻ എല്ലാത്തിലും പ്രവേശിച്ചതായിട്ട് തോന്നും. ഏതുപോലെ ഇപ്പൊ ഈ വീട് നിൽക്കുമ്പോ പുറത്തെ ആകാശവും അകത്തെ ആകാശവും ഒന്നതാണ്. എന്നാൽ ഈ ആകാശം ഇവിടെ ഈ ആകാശം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ സ്പേസ് ഇവിടെ പ്രവേശിച്ചതാണോ എന്ന് ചോദിച്ചാലോ അല്ല. ഒരു അതിർത്തി നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് അത് പ്രവേശിച്ചത് പോലെ തോന്നുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ഈ അതിർത്തി ഇല്ലെങ്കിലോ? അപ്പൊ ഈ നമ്മളൊക്കെ ഈ ഔൺസ് പോലെ ബ്രഹ്മമാണെന്നാ പറയുന്നത്. ബ്രഹ്മത്തിന്റെ ഔൺസ് ഫോമാണ് നമ്മളൊക്കെ. അപ്പൊ എല്ലാം കൂടെ ഒന്നിച്ചു ചേർത്താൽ എന്താ? ആ ഒരു ബോധം നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ പറയുന്നതായ എങ്ങനെയാണോ ഈ ഓല നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണോ ഈ രണ്ടും ഒന്നായി മാറുന്നത്, അതുപോലെ തന്നെ അതിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ വേറൊന്നില്ല എന്നർത്ഥം. അത് പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി എന്നാണ്. അത് പ്രവേശിച്ചതുപോലെയാണ്. കാരണം ഇവിടെ നമ്മളുടെ സ്പേസ് കാണുന്നു, അത് പ്രവേശിച്ചതുപോലെ എന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്നാൽ അതും അല്ല. പിന്നെയോ ഇനി എങ്ങനെ ഇത് അറിയാൻ സാധിക്കും? ഏതാവതേവ ജിജ്ഞാസൻ തത്വജിജ്ഞാസമാർക്കണം അന്വേഷാഭ്യാം വെച്ചാൽ സർവത്ര സർവത. ഈ എങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഈ സത്യവസ്തുവിനെ അറിയണമെങ്കിൽ നമ്മള് അതിനെ അന്വേഷണത്തിലേക്ക് അഭ്യാം എന്ന് പറയുക. അതായത് ഏറ്റവും പരിചയമുള്ളതാണെങ്കിൽ നമുക്ക് സ്വർണവും ആഭരണങ്ങളും, അതായത് ഓരോ രൂപത്തിൽ കാണുന്ന സ്വർണം ആഭരണത്തിന്റെ പേരെന്താ? മാല, വള, ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാലോ അത് സ്വർണം തന്നെയാണ്. അപ്പൊ ആ സ്വർണം തന്നെ ഒരു രൂപം എടുക്കുമ്പോൾ നമ്മളൊരു നാമം ഇട്ടു, അത് ഉരുക്കിയാലോ അത് സ്വർണമായി മാറും. അപ്പൊ അത് ആഭരണമായി നിൽക്കുന്ന സമയത്ത് സ്വർണം തന്നെയാണ്, പക്ഷെ രൂപ കൊണ്ട് നമ്മൾക്കത് മനസ്സിലാവുന്നില്ല. പക്ഷെ അത് ഏതിൽ നിന്ന് വന്നു, ആ വന്നത് ഏതിന് അധിഷ്ഠാനമായിട്ടാണെന്ന് ചോദിച്ചാൽ ആ സ്വർണത്തിന്റെ തന്നെയാണ്. അതുപോലെ ഈ പറയുന്നതായ വിശ്വം അല്ലെങ്കിൽ ഈ ലോകം
അപ്രകാരമാണെന്ന് പറയാ. ഏതാണോ നമ്മൾക്ക് സത്യമായിട്ട് തോന്നുന്നത് ഇത് എന്നുവെച്ചാൽ നമ്മുടെ ശരീരവും, കാരണം നമ്മുടെ ശരീരവും ഈ ജഗത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ തന്നെ ഭാഗമായതുകൊണ്ട് അതിനുശേഷം അതുകൊണ്ട് ഇതാണ് പറയുന്നു, ഇത് തന്നെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. എന്നിട്ട് നാരദ മഹർഷിയോട് പറയാ, ഇത് നാരദ ബ്രാഹ്മണി ഈ പറയുന്ന നാരദനോട് പറഞ്ഞു, ഇതിനി എങ്ങനെയാ വിശദീകരിക്കാനായിട്ട് നാരദ മഹർഷിയോട് പറയാണ്, എങ്ങനെയാണ് തൻ്റെ ഭക്തി ഉണ്ടാകുന്ന രീതിയിൽ ഇതിനെ വിശദീകരിക്കാനായിട്ട് പറഞ്ഞു ബ്രഹ്മാവ്. പിന്നീട് ഞാൻ ശ്ലോകമൊന്നും കാണുന്നില്ല. അപ്പൊ അങ്ങനെയായിട്ട് പറയാണ് അവിടെ. അതിനുശേഷം പിന്നെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിലായിട്ട് പറയണു ലക്ഷണങ്ങളും ഭാഗവതം. ഇനി വരുന്ന 3-ാമത്തെ സ്കന്ധത്തിലാണല്ലോ ഭാഗവതം തുടങ്ങുന്നു എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ സർഗം വിസർഗം സ്ഥാനം പോഷണം ഉദയം അനന്തര ഈശാനത നിരോധവും മുക്തിരാശ്രയ ഇങ്ങനെയുള്ള 3-ാമത്തെ സ്കന്ധം തൊട്ട് 12-ാമത്തെ സ്കന്ധം വരെയുള്ള 10 സ്കന്ധങ്ങളിലായിട്ട് ഈ 10 ലക്ഷണങ്ങളോടുകൂടി 10-ാമത്തെ ലക്ഷണമായ ആശ്രയത്തെ അറിയുവാൻ വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന പല കഥാപാത്രങ്ങളിലൂടെയും ഓരോ എന്നുവെച്ചാൽ ഇവിടെ കണ്ട നമുക്ക് ആദ്യത്തെ ശ്ലോകം 1-ാമത്തെ സ്കന്ധത്തിൽ തന്നെ ചോദ്യമുണ്ട്. ആ ചോദ്യം തന്നെയാണ് എന്തേ പല രൂപത്തിലും അത് ലെവൽ ഇങ്ങനെ നമ്മളുടെ ആദ്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയില്ല. പിന്നെ ആ ബ്രഹ്മത്തിന്റെ തന്നെ പല രീതിയിൽ അതിനെ അറിയാൻ തക്ക വിധമുള്ള ഏത് വൃത്തികളാണോ ചെയ്യാൻ നമുക്ക് വേണ്ടി വരുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തില്ല. അപ്പൊ കൃഷ്ണകഥകളെ കുറിച്ച് അവിടെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സത്യത്തിൽ അടിസ്ഥാന ചോദ്യം ഒന്നേ ഉള്ളൂ, അത് ഏതാ ഈ പറഞ്ഞ 4 വരികളെ മനസ്സിലാക്കാനായിട്ടുള്ള മാർഗവും പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ നിർത്തി സ്ഥലത്ത് പറയാൻ കാരണം അതായത് ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഈശ്വര തത്വത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് വെച്ചാൽ പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം നമ്മൾ പറയാറുണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളൊക്കെ നമ്മളെ പിന്നെയും ഓരോ ആഗ്രഹങ്ങൾ സാധിച്ച് പിന്നെയും നമ്മൾക്ക് ജനനം മരണ സംസത്തിലേക്ക് വരുന്ന കർമ്മങ്ങളാണ്. എന്നാലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളെ ഈശ്വരനിലേക്ക് എത്തിക്കുന്നതാണെങ്കിലോ അത് നിവൃത്തി മാർഗത്തിലേക്കെന്ന് നമുക്ക് പറയാം ഏറ്റവും ചുരുക്കിയിട്ട്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ പിന്നെയും ചുരുക്കിയിട്ട് ആ സൃഷ്ടിയെ കുറിച്ചൊക്കെ ചെറുതായിട്ട് അവിടെ ഇനിയും വരുന്നുണ്ട്. 3-ാമത്തെ സ്കന്ധത്തിൽ അത് വിശദീകരിച്ചിട്ട് വരുന്നുണ്ട്. അപ്പൊ അതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ 2-ാമത്തെ സ്കന്ധം. എല്ലാത്തിനും പറയുന്ന ഒരേ വസ്തുത തന്നെയാണ്, പക്ഷെ അത് പല രീതിയിൽ നമുക്കിപ്പോൾ ഈ അഹമേവാസമേവാഗ്രം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇനി ഇതിന്റെ വിശദീകരണമാണ് ഇത് വിപുലീകരിച്ച് കാര്യനവജാമസേതരോ ബുദ്ധ്യാത്മനോ പ്രദേശഭാവ കരോമേന്റെ സകലം സ്നേഹനാരായണ സമർപ്പണ.